എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പൊ എന്തെല്ലാമാണ് വേണ്ടത് നമുക്ക് നോക്കാം. പഞ്ചസാര, ഏലക്ക, ജീരകം, തിളച്ച വെള്ളം, ഉപ്പ്, തേങ്ങാപ്പീര, അരിപ്പൊടി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യമേ തന്നെ പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് എടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് പാകത്തിന് വേണം കേട്ടോ ചേർക്കാൻ. അത് ചിലർക്ക് വേരി ആയിരിക്കും, അപ്പം അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഉപ്പും വെള്ളവും തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കുറച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, തേങ്ങാപ്പീര ഇടുക, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ആ കൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളം ഒരുമിച്ചൊഴിച്ച് പൊടിയെല്ലാം കൂടി ഇട്ട് വെള്ളം കൂടിപ്പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറേശ്ശെ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി എടുക്കുന്നത്. കുറച്ചുകൂടി വെള്ളം വേണം, വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതൊരു പരുവം ആകുന്നത് വരെ നമുക്ക് പൊടി ചേർക്കാം. തേങ്ങാപ്പീരയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പൊടിയും ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക. ഇനി ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് നെയ്യ് കൂടി ചേർത്താൽ കുറച്ചുകൂടി സോഫ്റ്റും ആയിരിക്കും, നമ്മുടെ അരിയുണ്ട കുറച്ചുകൂടി ടേസ്റ്റിയും ആയിരിക്കും. അത് കാരണം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് നമ്മൾ കുഴച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് കുഞ്ഞു ഉണ്ടയാക്കാം. ഉണ്ടയുടെ സൈസ് ഡിപ്പെൻഡ് ഓൺ പീപ്പിളാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ഉണ്ടയാക്കണമെങ്കിൽ ചെറിയ ഉണ്ടയാക്കാം, അല്ല വേറെ വല്ല ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ ഷേപ്പിൽ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. കുഞ്ഞുങ്ങൾക്കൊക്കെ വേറെ ഷേപ്പാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാവും. അപ്പം അങ്ങനത്തെയൊക്കെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഒരു കുഞ്ഞു ഉണ്ടയാക്കിയാണ്, ഒരു മീഡിയം ടൈപ്പ് ഉണ്ടയാക്കിയാണ് എടുക്കുന്നത്. അപ്പം നമുക്കതങ്ങനെ ഉണ്ട പുരട്ടി വെക്കാം. ഇനി നമുക്ക് ഉണ്ട പുഴുങ്ങിയെടുത്താലോ. അപ്പം അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ച് പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ അടുത്തട്ട് വെച്ച് ഒരു വാഴല, അത് ഓപ്ഷണലാണ് കേട്ടോ, വാഴല വെക്കുകയാണെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. വാഴല വെച്ച് നമ്മൾ ഉണ്ട പിടിച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ടകളെല്ലാം എടുത്ത് ഇനി നമുക്ക് ഈ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നിരത്താം. നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡിയായി. അങ്ങനെ നല്ല സോഫ്റ്റും സ്മൂത്തും ടേസ്റ്റിയുമായ അരിയുണ്ട റെഡി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രുചിയേറിയ പലഹാരമാണ് അരിയുണ്ട.